ഹ- ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സിനിമാ മേഖലയിലെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ ഇഷ്ടംപോലെ നിരവധി ആളുകളുണ്ട് ഇന്ന് ഈ ഫീൽഡിൽ. പക്ഷേ അവർക്ക് വേണ്ടി ഒരു സംഘടനയോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് നാവുയർത്തി പറയാനായിട്ട് ആരുമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന പൈസയുടെ പകുതിയിൽ ഭൂരിഭാഗം പൈസയും അവരുടെ ആളുകൾ, അതായത് കോർഡിനേറ്റർമാർ എടുക്കുന്നു. കോർഡിനേറ്റർമാർക്ക് താഴെ താഴെ സബിൻ്റെ സബ് അങ്ങനെ ഓരോ എമൗണ്ടുകളും പോയി അവസാനം പാവം ആർട്ടിസ്റ്റുകളുടെ, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ഇതിനെതിരെ ആരും ഒരു നടപടിയും എടുക്കുന്നതായി കാണുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ചർച്ചകൾ നീട്ടുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുത്തിപ്പൊക്കി ഈ ഫീൽഡിനെ നാണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഈ ഈ ഒരു ഈ കല പണ്ടുകാലം മുതലേ ആളുകൾക്ക് വളരെ ഇഷ്ടവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ സിനിമയിലെ ഇതൊന്നുമല്ല പ്രധാനമായിട്ടും പറയുന്നത്. ഈ മദ്യം കുടിച്ചിട്ടുള്ള ഈ അഭിനയ രംഗങ്ങൾ, അതുപോലെ കൊച്ചു കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളും അതുപോലെ എല്ലാവരും മദ്യത്തിന് അടിമയാകുന്നു. ഈ മദ്യം ഒഴിച്ചിട്ടുള്ള ഒരു നല്ല സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാക്കളും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? മദ്യം ഒഴിവാക്കണം. മദ്യം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമൂഹം തന്നെ നന്നാവുള്ളൂ. മദ്യത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം സംഭവിച്ചു പോകുന്നത്. മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ സിഗരറ്റ്, ഇത് മൂന്നും. ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആദ്യ പരസ്യം വരുന്നത് എന്താണ്? നിങ്ങൾ പുകവലി ഉപേക്ഷിക്കൂ, പുകവലി നിങ്ങളുടെ ഇത് തന്നെ തകരാറിലാക്കുമെന്ന് പറഞ്ഞ് പരസ്യം കാണിക്കുന്നുണ്ട്. ആ പരസ്യം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പരസ്യം കാണിച്ചിട്ട് എന്താണ് ഫലം? ആ പരസ്യം വെറുതെ കാണുന്നു, കണ്ടു മറയുന്നു എന്നല്ലാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുകവലിക്കുകയും ഹാൻഡ്സ്, പാൻപരാഗ്, ചുക്ക, മുറുക്ക, ഇതെല്ലാം കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ എത്രയെല്ലാം പറഞ്ഞാലും ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഉയർന്നു വരണമെങ്കിൽ അതിൻ്റേതായ ഒരു അസോസിയേഷൻ, ഇപ്പോൾ അമ്മ സംഘടനയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് അവിടെ ലാലേട്ടനുണ്ട്, മറ്റുള്ളവരുണ്ട്. പക്ഷെ നമ്മുടെ സംഘടന, അതായത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളില്ലാതെ ഒരു സിനിമയുമില്ല. എന്നാൽ ആ സിനിമ ആർട്ടിസ്റ്റുകൾക്ക് ഒരവസരം കൊടുക്കുകയോ ആരെങ്കിലുമൊക്കെ ഉയർന്നു പോകട്ടെ എന്ന് വിചാരിക്കുകയില്ല. ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ചില സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന പോലെ പക്ഷാഭേദമാണ് കാണിക്കുന്നത്. കഴിവുള്ളവൻ്റെ കയ്യിൽ കല്ല് കൊടുക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? എല്ലാം സഹിക്കുക. നമുക്ക് കാശുണ്ടാക്കി പടം പിടിക്കുന്ന സമയത്ത് നമുക്ക് സ്വയം നായികയാവാം, അല്ലെങ്കിൽ അമ്മ റോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആളുകളെല്ലാവരും ഇനിയും കുറേയും കൂടി ഉത്സാഹിക്കണം. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ പിന്താങ്ങിയേ പോരാ. നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പൊതുമധ്യത്തിലും എവിടെയാണെങ്കിലും തുറന്നു പറയാൻ നമ്മൾ സന്നദ്ധരാവണം. ഓക്കെ ഗായ്സ്, എനിക്കിന്ന് ഇത്രയൊക്കെ പറയാൻ തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ബൈ.